നന്മ 24ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിവരാവകാശ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിവരാവകാശത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ നമ്മളൊരു വിവരാവകാശം കൊടുക്കണം, ആ വിവരാവകാശം കൊടുക്കുമ്പോൾ മിക്കവാറും നമുക്ക് ഒഴുക്കൻ മറുപടി കിട്ടാറുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കൃത്യമായിട്ടുള്ള മറുപടി കിട്ടാറില്ല. ഒന്നില്ലെങ്കിൽ കണ്ടെത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ലഭ്യമല്ല, ഇങ്ങനെ പല രീതിയിലുള്ള മറുപടി ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. ഏതായാലും പ്രമുഖ വിവരാവകാശ പ്രവർത്തകൻ നിരവധി പ്രശ്നങ്ങൾ, നിരവധി വിവരാവകാശങ്ങൾ കൊടുത്ത് 3000 ചില്ലാൻ അപേക്ഷകൾ കൊടുത്ത് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന നമ്മുടെ രാജു വാഴക്കാല ആണ് നമ്മുടെ കൂടെ ചേരുന്നത്. അപ്പോൾ രാജു വാഴക്കാലൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വിവിധ ഓഫീസുകളിൽ വിവരാവകാശം കൊടുത്തതിനുള്ള മറുപടികൾ കിട്ടിയപ്പോൾ ഉള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും ഗുണകരമാകും രാജുവിൻ്റെ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ. അപ്പോൾ രാജുവിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. രാജു വാഴക്കാല നന്മ 24ലേക്ക് സ്വാഗതം. ഒരുപാട് ആളുകൾ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിവരാവകാശം കൊടുത്തിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പല ഓഫീസുകളിൽ നിന്ന് കിട്ടാറില്ല. ഈ കഴിഞ്ഞ ദിവസം താങ്കൾ ഒരു ചാനൽ ചർച്ചയിൽ തെരുവ് നായ വിഷയം ഇപ്പം സംസാരിച്ച പോലെ തന്നെ, അപ്പം തെരുവ് നായകളുടെ ഇപ്പോഴത്തെ ഇഷ്യൂ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യം അറിയാം. അപ്പോൾ ഈ മൃഗസ്നേഹികൾ അവരാവശ്യമാണ്, പക്ഷെ അവർ വീട്ടിലൊരാളെ നായ കടിക്കുമ്പോഴാണ് അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകൂ എന്ന് താങ്കളെ ചർച്ചയിൽ പറഞ്ഞായിരുന്നു. അത് വളരെ വൈറലായിരുന്നു. ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചു, ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു. രാജു വാഴക്കാല കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാജു വാഴക്കാല, കേരളം കഴിഞ്ഞ ദിവസം കണ്ട കണക്കുകൾ താങ്കൾക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ കണക്കുകളാണ്. ഏതാണ്ട് 1,65,000 പേരെ 5 മാസത്തിനിടയിൽ തെരുവ് നായ കടിച്ചു, അതിൽ 17 പേർ മരിച്ചു തുടങ്ങിയ കണക്കുകളാണ്. അതുമായി ബന്ധപ്പെട്ട് താങ്കൾ നടത്തിയ പ്രവർത്തനങ്ങൾ, താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ, അതിനുശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏത് സാഹചര്യത്തിലാണ് താങ്കളുടെ ഇടപെടൽ? എന്താണ് അധികൃതർ അതിനോട് പ്രതികരിക്കുന്ന രീതി? ഇപ്പോൾ ഒരു കുട്ടി തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് മരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതൊക്കെ ഈ തെരുവുനായ സ്നേഹികളൊക്കെ കാണണം. അവരൊക്കെ ഇതിനു വേണ്ടി നടക്കുമ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഈ തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ മരണപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും ഉദ്യോഗസ്ഥരുടെയും തെരുവുനായ സ്നേഹികളുടെയൊക്കെ കണ്ണു തുറക്കുള്ളൂ. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതായത് നമ്മൾ കളി കാണുമ്പോൾ കാണികൾക്ക് എന്നും അവിടെ നിന്ന് ആഘോഷിക്കാനോ അട്ടഹസിക്കാനൊക്കെ പറ്റും, പക്ഷെ കളിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പട്ടി കടി ഏൽക്കുന്നവരെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ആ പട്ടി കടിയേറ്റുള്ള കുടുംബത്തിലുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, പൂച്ച കടിച്ചാൽ പോലും പേ ഇളകുന്നൊരു സമയമാണ്. അപ്പോൾ പട്ടി കടിയേറ്റ് പേവിഷബാധയേറ്റും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം ചിലപ്പോൾ ആ വീട്ടിലൊരു കുടുംബമാണ് തകർന്നു പോകുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ വാഹനത്തിന് കുറുകെ ചാടി ബൈക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ബൈക്കിൽ മറിഞ്ഞ ഒരാൾ മരിച്ചു, ഓട്ടോറിക്ഷ മറിഞ്ഞു മരിച്ചു. അപ്പോൾ അങ്ങനെ തെരുവുനായകളുടെ ഈ ഒരു സംഭവം സംസ്ഥാനത്ത് വളരെ വ്യാപകമായ ഒരു വലിയൊരു സാമൂഹ്യ ദുരന്തമായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ ആ ചർച്ചയിൽ തന്നെ ന്യൂസ് 8 പറഞ്ഞു വെച്ചാൽ ഈ പുറത്തിരുന്ന് കാറിൽ പോകുന്നവർക്കൊന്നും ഒരു വിഷയം. ഇപ്പോൾ രാവിലെ നടക്കാൻ പോകുന്നവർ അനുഭവപ്പെടും, നമുക്കറിയാം. പത്രം ഇടാൻ പോകുന്നവർ, പാല് കൊടുക്കാൻ പോകുന്നവർ, വെളുപ്പിന് ഇപ്പോൾ നമുക്കറിയാം സ്മാർട്ട് സിറ്റിയൊക്കെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന IT മേഖലയുണ്ട്. അവരൊക്കെ രാത്രി ജോലി കഴിഞ്ഞ് ബൈക്കിൽ പോകുമ്പോൾ അവരൊക്കെ എൻ്റെ മുമ്പിൽ തന്നെ, ഞാൻ തന്നെ 3 പ്രാവശ്യം മറിഞ്ഞു വീണ അനുഭവമുള്ള ബൈക്കിൽ നിന്ന്. അപ്പോൾ അത് കണ്ട് പലരും മരണപ്പെടുന്നു, ചിലർ ജീവച്ഛവം പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ മൃഗസ്നേഹികൾക്ക് അവർ വളർത്തി എന്തൊക്കെ ചെയ്യാം, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെടുന്നുള്ളത്. അത് അനുഭവം വരുമ്പോൾ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ടിലേക്ക് ഗാലറിയിൽ നിന്ന് കളി കാണുന്നവർക്കൊരു കുഴപ്പമില്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവർക്കാണ് അതിന് ബുദ്ധിമുട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടി നടന്നു പോകുന്നവരാണ് ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്. കാറിൽ പോകുന്നവന് അല്ലെങ്കിൽ മറ്റു വാഹനം പോകുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ സ്വന്തം കുടുംബത്ത് അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണ് ഈ മൃഗസ്നേഹിയാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും അതൊക്കെ പഠിക്കുള്ളൂ. അത് എങ്ങനെയാണ് ഈ വിവരാവകാശം കൊടുക്കുന്നതെന്നും ഇപ്പോൾ സാധാരണ ആളുകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ അവകാശമാണത്. അപ്പോൾ അതെങ്ങനെയാണ് അപേക്ഷ കൊടുക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് നമ്മുടെ പ്രേക്ഷകർ. അതായത് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 2005 ഒക്ടോബറോടുകൂടി ഇന്ത്യയിൽ തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ ഏത് ഓഫീസിലാണോ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്, ആ ഓഫീസിലുള്ള അപേക്ഷയിൽ ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്താണെങ്കിൽ കോർട്ട് സ്റ്റാമ്പ് കൊടുക്കുക, പിന്നെ DD കൊടുക്കുക, പിന്നെ ഇന്ത്യൻ പോസ്റ്റൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ ഇന്ത്യൻ IPO അടയ്ക്കുക, അങ്ങനെ നിരവധി മാർഗങ്ങളുണ്ട്.
അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ആ ഓഫീസിൽ ഇരിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുള്ളൂ. അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച് തരാൻ ഈ നിയമം പറയുന്നില്ല. അപ്പോൾ ആ ഓഫീസിൽ ഇരിക്കുന്ന വിവരം നമ്മൾ ചോദ്യമായിട്ട് നമ്മൾ ചോദിക്കുക. ഒരിക്കലും ഈ പറഞ്ഞ പോലെ വിശദീകരണമായിട്ട് ചോദിക്കരുത്. അപ്പോൾ ആ ഓഫീസിൽ ഇന്ന ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഇന്ന ഒരു വസ്തു വാങ്ങിച്ചതിൻ്റെ ബില്ലുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ചോദ്യങ്ങളായിട്ട് നമ്പർ ഇട്ട് ചോദിക്കണം. അങ്ങനെ ചോദിച്ചാലാണ് അവിടെ ഈ നമ്മൾക്ക് മറുപടി തരുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൃത്യമായിട്ട് അതിന് മറുപടി തരാൻ കഴിയുള്ളൂ. പല അപേക്ഷകൾ നമ്മൾ കാണാം ഒരു വിശദീകരണക്കുറിപ്പ് പോലെ essay പോലുള്ളൊരു ചോദ്യങ്ങളായിരിക്കും, ഒരു പേജ് തന്നെ ഒരു ചോദ്യം. അങ്ങനെ ഒരിക്കലും പറയരുത്. എപ്പോഴും ഒരു ചോദ്യം ഒറ്റ വരിയിൽ തന്നെ അവസാനിക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറുപടി തരുന്നവർക്ക് കൃത്യമായിട്ട് മറുപടി തരും. പിന്നെ ഒരു കാര്യം ചൂണ്ടിക്കാനുള്ളത്, പല ഓഫീസുകളിലും ഈ വിവരം ലഭ്യമല്ല, അല്ലെങ്കിൽ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല, അല്ലെ വന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുക, അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഇൻഫർമേഷൻ ഓഫീസർ മറുപടി കൊടുക്കാൻ പാടില്ല എന്ന് വിവരാവകാശ കമ്മീഷൻ തന്നെ ഉത്തരവ് കൊടുക്കുന്നത്. അതായത് ഏത് ഓഫീസിലാണോ ഒരു അപേക്ഷ കൊടുത്ത് ആ ഓഫീസിലുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് അപേക്ഷകന് നൽകണം. പിന്നെ വന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടാൻ പറയാൻ പാടില്ല. അതായത് ഈ നിയമം ഇന്ത്യയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഡൽഹിയിൽ ഇരിക്കുന്ന ഒരാൾ എറണാകുളം കളക്ടറേറ്റിൽ ഒരു അപേക്ഷ കൊടുത്താൽ അവിടെ ഒരാൾക്ക് ഒരിക്കലും വന്ന് പരിശോധിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട എന്താണ് ചോദ്യം, ആ ഓഫീസിൽ ഇരിക്കുന്ന ഫയലുകൾ കൃത്യമായിട്ട് കൊടുക്കണം. ഒരിക്കലും പരിശോധിക്കാൻ ആവശ്യപ്പെടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആ ഫയലിൽ അല്ലെ ഏതാണോ വിഷയം ആ വിഷയം മാത്രം കൃത്യമായിട്ട് ചോദിക്കുക. അതുപോലെ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് 2012 തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷനായിട്ടുള്ള സിബി മാത്യു സാറിന് ഉത്തരവിട്ടിട്ടുണ്ട്. പലപ്പോഴും ഈ ഉത്തരവുകളൊക്കെ മറികടന്ന് പല ഉദ്യോഗസ്ഥരും, പക്ഷെ നമ്മൾ ആ ഉത്തരവ് ചൂണ്ടിക്കാണിച്ച് നമ്മൾ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചാൽ കൃത്യമായിട്ട് ഒരു മറുപടി തരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ അപേക്ഷ കൊടുക്കുന്നത് കൊണ്ട് അവിടെ ഇരിക്കുന്ന ഇൻഫർമേഷൻ ഓഫീസർ അവരൊരു ഓഫീസറാണ്, അവർ ഒരു ജൂനിയർ സൂപ്രണ്ടോ സീനിയർ സൂപ്രണ്ടോ, അവർ പല ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അവരുടെ ജോലിയെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളൊരു അപേക്ഷകന് നമുക്ക് കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കും മറുപടി കിട്ടണം. അപ്പം നമ്മൾ ചോദിക്കുന്നത് അപേക്ഷകരെ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, എന്നാൽ നമ്മൾക്ക് വിവരം ലഭിക്കുന്ന രീതിയിൽ കേട്ടിരിക്കണം. പല ഉദ്യോഗസ്ഥരും ഈ മറുപടിയാണ് അപേക്ഷകൾ, പക്ഷെ മറുപടിയല്ല നമുക്ക് കിട്ടേണ്ടത്, വിവരമാണ് നമുക്ക്. അത് കഴിഞ്ഞ ദിവസം ഞാനൊരു അപേക്ഷയിൽ കണ്ടായിരുന്നു, രാജു വാഴക്കാലയുടെ അപേക്ഷയിൽ കൃത്യമായിട്ട് ആ ഒരു അപേക്ഷയുടെ തൊട്ട് താഴത്ത് ഏറ്റവും അവസാനം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടേണ്ട മറുപടി ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഒഴുക്കൻ മറുപടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഒഴുക്കൻ മറുപടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അപേക്ഷയുടെ അവസാനം ഒരു സംഭവം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയായിരുന്നു? അത് എന്ന് വെച്ചാൽ നമ്മൾ അപേക്ഷ എഴുതി കഴിഞ്ഞാൽ അതിന് താഴെ നമ്മളതിന് അവരെ ഒരു ക്രോഡീകരിച്ച് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അപേക്ഷയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ട രീതിയിൽ പരമാവധി വേഗത്തിൽ, അതായത് ഈ നിയമം പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ പരമാവധി വേഗത്തിൽ കൊടുക്കണമെന്നാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന അപേക്ഷ കിട്ടി 29ാമത്തെ ദിവസം ഫയൽ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് ഡെസ്പാച്ച് ചെയ്യുന്ന ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അപേക്ഷകൻ കൊടുത്തൊരു 40ാമത്തെ ദിവസമാണ് കിട്ടുന്നത്. പക്ഷേ നിയമം അങ്ങനെയല്ല പറയുന്നത്. ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓഫീസിലിരിക്കുന്ന വിവരമാണെങ്കിൽ ഉടനെ കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി വേഗത്തിൽ അപേക്ഷകൻ ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ നൽകണമെന്നാണ്. പല ഉദ്യോഗസ്ഥരുടെ ധാരണ 30 ദിവസം കൊണ്ട് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെയല്ല നിയമം പറയുന്നത്. പരമാവധി വേഗത്തിൽ അപേക്ഷകൻ ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ ഉത്തരം കൃത്യമായിട്ട് വിവരം നൽകണമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ കൃത്യമായി കേരളത്തിൽ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് അവർ 30 ദിവസം ആവശ്യപ്പെടാറില്ല. കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചതിൻ്റെ കണ്ടന്റ് കറക്റ്റായിട്ട് വിവരം നമുക്ക് തരും. പക്ഷേ ഇതിൻ്റെ കളങ്കമുള്ളതാണ് ഈ പറഞ്ഞ പോലെ റവന്യൂ വകുപ്പുകൾ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ പറഞ്ഞ പോലെ അപേക്ഷകനെ പരമാവധി ഈ പറഞ്ഞ് താമസിപ്പിച്ചുകൊണ്ട് വിവരം ലഭ്യമല്ല അല്ലെങ്കിൽ കൊടുക്കാത്ത രീതിയിലുള്ള മറുപടി ആയിരിക്കും ഒരു അപേക്ഷകന്. പല അപേക്ഷകളും കിട്ടുമ്പോൾ തന്നെ ഇൻഫർമേഷൻ ഓഫീസർ ശ്രദ്ധിക്കുന്നത് ഈ അപേക്ഷയ്ക്ക് എങ്ങനെ മറുപടി അല്ലെങ്കിൽ വിവരം കൊടുക്കാതിരിക്കാം എന്നവർ ആലോചിക്കും.
അപ്പോൾ ആ ഒരു മാത്രമല്ല ഒരു പൗരൻ്റെ ജീവന് ഭീഷണിയാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അപേക്ഷ ലഭിച്ചാൽ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അങ്ങനെ ഒരു അപേക്ഷ വരുന്നത് കൃത്യമായിട്ട് തരുന്നത്. ചില പോലീസുകാരൊക്കെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞ് വീടുകൾ നേരിട്ട് വന്ന് കൊണ്ട് കൊടുക്കാറുണ്ട്, താമസം വരില്ല. അപ്പോൾ ആ നിയമത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയാവുന്ന ഉദ്യോഗസ്ഥർ ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഈ വിവരാവകാശ നിയമത്തിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്ത പല ഉദ്യോഗസ്ഥരുണ്ട്. എന്താണ് വിവരാവകാശ നിയമം എന്ന് അറിയാത്തവർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ പരിശീലനമൊക്കെ ലഭിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താണ് വിവരാവകാശ നിയമം എന്ന് അവർക്കറിയും. പല ഓഫീസുകളിലും വിവരാവകാശ നിയമം കിട്ടിക്കഴിയുമ്പോൾ ഈ അപേക്ഷ വെച്ചിട്ട് ഓടിക്കളിക്കുന്ന പല ഓഫീസുകളും നമ്മൾ കാണാറുണ്ട്, ഇതെങ്ങനെ മറുപടി എഴുതണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിശീലനത്തിനൊക്കെ പോരായ്മ പല ഓഫീസുകളിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പം രാജു വാഴക്കാലയ്ക്ക് മിക്കവാറും ഒരുപാട് അപേക്ഷകൾ പല ഡിപ്പാർട്ട്മെന്റിലും കൊടുത്തപ്പോൾ ഇപ്പോൾ റവന്യൂവിനെ കുറിച്ച് പറഞ്ഞു ഒരല്പം കിട്ടാൻ താമസമുണ്ട്. പോലീസ് ആണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവിടെയും അപേക്ഷകൾ കൊടുക്കാറില്ലേ? അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പറഞ്ഞാൽ റവന്യൂ പോലെ തന്നെ കൃത്യമായിട്ട് അവർ 30 പരമാവധി ദിവസത്തിലും തരില്ല. 30 ദിവസം കഴിഞ്ഞ് 30 ആക്കി കഴിഞ്ഞിട്ട് അതിന് കഴിഞ്ഞ് എഴുതി ഡെസ്പാച്ച് ഡേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു 40 ദിവസത്തേക്ക് 3 ദിവസം കിട്ടുള്ളൂ. പക്ഷെ അപ്പോൾ ആ നിയമത്തിൻ്റെ പക്ഷേ നമുക്ക് ആവശ്യപ്പെട്ട വിവരമാണ് ലഭിക്കുന്നത് ഉള്ളത് കൊണ്ട് തന്നെ തരുന്നവർ പരമാവധി വേഗത്തിൽ തരാൻ ശ്രദ്ധിക്കും. പക്ഷേ ഈ ഞാനും പറഞ്ഞ എൻ്റെ അനുഭവത്തിൽ പോലീസും ആശുപത്രി ആ ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യരംഗമൊക്കെയാണ് കൃത്യമായിട്ട് വേഗത്തിൽ നമ്മൾക്ക് മറുപടി തരുന്നത്. ഈ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഈ പറഞ്ഞ പോലെ അത് അഴിമതിയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം സമയമൊക്കെ എടുക്കാനൊക്കെ തരാനൊക്കെ തരും. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ എന്നാലും പരമാവധി ഉദ്യോഗസ്ഥരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. അവരവരുടെ ജോലിയുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അപേക്ഷ. അപ്പോൾ ഈ അപേക്ഷ കൊടുക്കേണ്ട അപേക്ഷ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥനെ ഒരു അപേക്ഷ കൊടുത്ത് വെറുതെ ബുദ്ധിമുട്ടിക്കുക അന്നിരിക്കട്ടെ എന്ന് പോലെയല്ല. നമ്മൾക്ക് എന്താണോ അറിയേണ്ടത് ആ അറിയേണ്ട വിവരം കൃത്യമായിട്ട് ചോദിച്ച് നമ്മളത് ഭാവി മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു അഴിമതി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനമായിട്ട് ബന്ധപ്പെട്ടാണോ അല്ല റോഡുകളെ സംബന്ധിച്ചുള്ള അഴിമതിയെ സംബന്ധിച്ചാണോ അതൊക്കെ അറിയാൻ നമ്മൾ കൃത്യമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് കൃത്യമായിട്ട് നമ്മൾ അപേക്ഷ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഓഫീസർ കൃത്യമായിട്ട് മറുപടി തരും. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാതെ കേൾവി അതിർത്തത്തിൽ ഇങ്ങനെ ഒരു എസ്ഐ രീതിയിലും അപേക്ഷ എഴുതുമ്പോൾ ലഭിക്കുന്ന മറുപടി തരേണ്ട ഉദ്യോഗസ്ഥനും അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ ചോദ്യം പോലെ നമ്മൾ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് അതിന് മറുപടി തരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വിവരാവകാശ പ്രകാരം നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് വളരെ വിശദമായി തന്നെയാണ് ഇപ്പം രാജു പറഞ്ഞത്. അനുഭവത്തിൽ നിന്നാണ് 3000-ൽ പരം വിവരാവകാശവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകിയിട്ടുണ്ട്, അതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം അനുഭവസ്ഥരാണ്. ഓരോ ഓഫീസുകളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യം പരിഗണിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ കടമ, അവരുടെ ഉദ്യമം, അവരുടെ കടമ അല്ലെങ്കിൽ ദൗത്യം അതാണല്ലോ. അപ്പോൾ തീർച്ചയായും അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 30 ദിവസം എന്ന ഇപ്പം പറഞ്ഞു, 30 ദിവസം അത് പരമാവധി കാലാവധി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിവരാവകാശത്തിനുള്ള മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒന്നുകൂടി രാജുവിൻ്റെ അടുത്തൊന്ന് ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വിവരാവകാശം കൊടുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയാണ് ആ അപേക്ഷ കൊടുക്കുന്നതിനെ കുറിച്ചൊരു ജസ്റ്റ് ചുരുങ്ങി ഒന്ന് പറയാം. അല്ലാതെ അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിൽ ഏറ്റവും ശക്തമായ നിയമം വിവരാവകാശ നിയമമാണ്. പല നിയമങ്ങളുണ്ടെങ്കിൽ പോലും ഈ നിയമത്തിനൊരു കാല പരിധി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പരമാവധി 30 ദിവസത്തിനുള്ളിൽ ആ ഓഫീസിലിരിക്കുന്ന വിവരങ്ങൾ തന്നെ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ഫോർമാറ്റ് ഇല്ല. നമ്മുടെ വെള്ള പേപ്പറിൽ തന്നെ നമ്മൾക്ക് കൈകൊണ്ട് നമ്മൾ എന്താണ് ആവശ്യം എഴുതേണ്ടത്. കേരളത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല മാർഗ്ഗങ്ങളുണ്ട്. കോർട്ട് സ്റ്റാമ്പ് ഉണ്ട്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് IPO ഉപയോഗിക്കാം, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉപയോഗിക്കാം. അങ്ങനെ അപ്പം നമുക്ക് കൂടുതലും കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോർട്ട് സ്റ്റാമ്പാണ്. അപ്പോൾ ഈ അപേക്ഷ എഴുതിയിട്ട് നമ്മൾ അതിൽ 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ഡേറ്റ് വിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനേക്കാൾ ഈ നിയമത്തിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അപേക്ഷ എഴുതാൻ അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിക്ക് ഏത് ഓഫീസിൽ ചെന്നിട്ടാണ് ആ അപേക്ഷ കൊടുക്കേണ്ടത് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഇൻഫർമേഷൻ ഓഫീസർ ഈ അപേക്ഷകന് ഇയാൾ വാമൊഴിയായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട എഴുതി കൊടുക്കണമെന്ന് പോലും ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു നിയമത്തിൽ പോലും ഇങ്ങനെയില്ല. ഇപ്പം നമുക്കറിയാം ഏതൊരു ഓഫീസിലും ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ നമ്മുടെ അപേക്ഷ എഴുതി കൊണ്ടേ കൊടുത്ത് നമ്മൾ അപേക്ഷ എഴുതാനുള്ള ഒരു പൈസ കൊടുത്ത് എഴുതി കൊണ്ടേ കൊടുക്കണം, അങ്ങനെ സ്വീകരിക്കുള്ളൂ. പക്ഷേ വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു അപേക്ഷ എഴുതാൻ അറിയാൻ പാടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ എഴുതി കൊടുക്കണമെന്നാണ് നിയമമുണ്ട്. പക്ഷേ അതൊന്നും ആർക്കും ഉപയോഗിക്കാറില്ല. അങ്ങനെ ചെയ്യും. അതുപോലെ ഇന്ത്യയിൽ തന്നെ പല എറണാകുളം ഹെഡ് ഓഫ് പോസ്റ്റ് ഓഫീസ് പോലെ പല ഓഫീസുകളിലും
ഈ അപേക്ഷ കൊടുത്താൽ അവർ തന്നെ അത് പോസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഇന്ത്യയിൽ പല പോസ്റ്റ് ഓഫീസിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട്, അതായത് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ശക്തമായ ഒരു നിയമം, ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഏതു നിയമത്തിൻ്റെ മുകളിലാണ് വിവരാവകാശ നിയമം. അപ്പോൾ ആ ഒരു നിയമം ഇങ്ങനെ ഒരു ശക്തമായ ഒരു സെക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ മാത്രമുള്ളത്. അത് അറിയാൻ പാടില്ലാത്ത അപേക്ഷകന് പോലും ഉദ്യോഗസ്ഥന് അപേക്ഷ എഴുതി കൊടുക്കണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പലരും, ചിലവരൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഏതാരത്തിൽ പറഞ്ഞു കൊടുക്കണം. പക്ഷേ പലരും സ്വയം എഴുതുക, അങ്ങനെ പലരും ചോദിക്കാറുണ്ട് ഫോർമാറ്റൊന്നുമില്ല. നമ്മൾക്ക് അറിയേണ്ട കാര്യം വെള്ള പേപ്പറിൽ എഴുതുക, സ്റ്റാമ്പ് ഒട്ടിക്കുക, നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെൻറ്റ് വെച്ച് കൊടുത്താലാണ് അവർ കൈപ്പേറ്റിയ റെസീറ്റ് നമ്മൾ കിട്ടുക. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ തപാൽ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തെളിവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും പരമാവധി നേരിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ദൂരെയാണെങ്കിൽ രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെൻറ്റ് വെച്ച് അയക്കുക. പിന്നെ അനുഭവങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു വിവരാവകാശ പ്രകാരം നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത്. മറ്റൊന്ന്, ഞാൻ സൂചിപ്പിച്ച ഒരുപാട് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പം ഓർമ്മ വരുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകൾ അറിഞ്ഞിരിക്കേണ്ട, ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഏത് വിവരങ്ങളായിരുന്നു? ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞാൽ മതിയോ? അത് ഏറ്റവും അവസാനം നമ്മൾ ചെയ്തത്, നമുക്കറിയാം ഇപ്പോൾ വൈദ്യുതിയിൽ നിന്ന് ആഘാതമേറ്റും നിരവധി ആളുകൾ മരണപ്പെടുന്നുണ്ട്. അത് ഇപ്പോൾ പല വന്യമൃഗ ആക്രമണമുള്ള ജില്ലകളിൽ അതാത് അവർ ഈ വിളകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വൈദ്യുതി വേലി കെട്ടാറുണ്ട്. അതായത് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ കെട്ടുന്നുണ്ട്. അപ്പം അതിലുമായി ഷോക്ക് ഏറ്റിട്ടുള്ള ഒരു കണക്കുകൾ നമ്മൾ ഈ അടുത്ത് 92ഓളം പേര് കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ മരണപ്പെട്ട കണക്കുകൾ അത് നമ്മളിപ്പോൾ ഈ അടുത്ത് അത് വിവരാവകാശ നിയമപ്രകാരം തന്നെ നമുക്ക് ലഭിച്ചാണ്. അത് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ വന്നു. അതിനേക്കാൾ ഉപരി എനിക്കൊണ്ട് നമുക്ക് ഇന്ന് കേരളം പൊതുവെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തെരുവുനായകളുടെ ആക്രമണം, അത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനാണ് അതിൻ്റെ ഈ തെരുവുനായകളുടെ ഇങ്ങനെ ലൈവ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ തെരുവുനായകൾ സംസ്ഥാനത്ത് കടിയേൽക്കുന്നതിന്, മരണപ്പെടുന്നതിന്, പേയിളകുന്നതിൻ്റെയൊക്കെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതിന് തുടർന്ന് പിന്നെ പലരും ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ എല്ലാവർക്കും മനസ്സിലായത്. ഓരോ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് തെരുവുനായകളുടെ അക്രമത്തിന്, പേവിഷബാധയേറ്റും മരണപ്പെടുന്നതിൻ്റെ കണക്കുകൾ വന്നപ്പോൾ ഞെട്ടിപ്പോയി. അതോടൊപ്പം തന്നെ ഈ കുളത്തിലും കിണറിലും വീണ് ഓരോ ദിവസം ശരാശരി കേരളത്തിൽ 10 പേര് മരണപ്പെടുന്നതാണ്. ഒരു 5 വർഷം കൊണ്ട് 10,000-ലേറെ പേര് സംസ്ഥാനത്ത് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം കണക്കുകളൊക്കെ, ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ സജീവമായി ചർച്ചയാകുന്നതിന് മുമ്പേ നമ്മൾ പുറത്തു കൊണ്ടുവന്ന് പിന്നീട് പലരും ഏറ്റെടുത്ത് ഇപ്പോൾ അതിപ്പോൾ സജീവമായിട്ട് എല്ലാ മാധ്യമങ്ങളാണെങ്കിലും അതിന് ചർച്ച ചെയ്യാൻ, സർക്കാർ അതിന് പ്രതിവിധിയായിട്ട് ഇപ്പോൾ മരണപ്പെടുന്നവർക്കുള്ളൊരു നഷ്ടപരിഹാരം, നമ്മൾ ധനസഹായം കൊടുക്കാവുന്നൊരു സ്റ്റേജിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ഈ ഏറ്റവും ഈ സമയത്ത് വരുന്ന പല സംഭവങ്ങളാണ്. അപ്പോൾ ഒരുപാട് 13,000-ലേറെ അപേക്ഷയോടെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിലല്ലായിരുന്നു. അത് പരിധിയിൽ വരുന്നതിനുള്ള ഒരു അപേക്ഷകൻ ഞാനായിരുന്നു. ഞങ്ങൾ 18 പേരുണ്ടായിരുന്നു. 18 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിലൊരാൾ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് ഇട്ടു, സിയാൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓർത്തെടുക്കാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏതായാലും ഇപ്പം പറഞ്ഞില്ലേ, നമ്മൾ വിവരാവകാശ പ്രവർത്തകരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ തെരുവുനായയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൊണ്ടുവരാൻ, പുറത്ത് ഒരു ചർച്ചയാക്കാൻ, അതിന് പരിഹാരം കാണാനൊക്കെ നിൽക്കുന്ന ഒരു നല്ലൊരു മനസ്സിനുടമയാണ് നമ്മുടെ രാജു വാഴക്കാല. ഏതായാലും നന്മ 24നോട് നമ്മുടെ പ്രേക്ഷകർക്ക് വിവരാവകാശം വെച്ച് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്നും അതിൻ്റെ പോരായ്മകൾ എങ്ങനെയാണെന്നും ഏതൊക്കെ രീതിയിലുള്ള അപേക്ഷകളാണ് കൊടുത്തതെന്നൊക്കെ വളരെ വിശദമായി തന്നെ രാജു വാഴക്കാല പറഞ്ഞു. ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള നല്ല സന്ദേശമാണ് താങ്കൾ നൽകിയത്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല പ്രവൃത്തികൾ തുടരുക. നമ്മുടെ നാടിനും നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ നാടിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ പ്രകൃതിക്ക് എല്ലാത്തിനും ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.